സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നിന്നും മഞ്ജു ജയപ്രകാശും കണ്ണൂരിൽ നിന്നും ബെൻസൺ ബാബുവുമാണ് ചേരുന്നത്. ആദ്യം ബെൻസണിലേക്കാണ്. ബെൻസൺ, വടക്കൻ കേരളത്തിൽ അതിശക്തമായ അതിതീവ്രമായ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ മഴ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ പെയ്യുന്നത്? എന്തെല്ലാം തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. അതും നിശ്ചിത ഇടവേളകളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. തീരദേശത്തും അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും തീരദേശത്തും നഗരമേഖലയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളുടെ മലയോര മേഖലകളിലും ഉൾപ്പെടെ അതിശക്തമായ മഴ പെയ്യുകയാണ്. പലയിടങ്ങളിലും കൂടുതലും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയാണ്. മരങ്ങൾ കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്കും അതോടൊപ്പം തന്നെ വീടുകൾക്ക് മുകളിലേക്കും വീഴുന്ന അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കാറ്റും അതോടൊപ്പം തന്നെ അതിശക്തമായ മഴയിലും വാഹനാപകടങ്ങളും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാറ്റിൽ മരങ്ങൾ കടപുഴകി റെയിൽവേ ട്രാക്കിലേക്ക് ഉൾപ്പെടെ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതുൾപ്പെടെ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലെയും ജലസംഭരണികൾ നിറഞ്ഞ് അവയുടെ സംഭരണശേഷിയോളം ഉയർന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ പഴശ്ശി ഡാമിന്റെ ജലസംഭരണ ശേഷി 26.52%. അതിൽ 24% വെള്ളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ അത്രത്തോളം വെള്ളം ഇന്നലെ തന്നെ നിറഞ്ഞിരുന്നു. അതിനാൽ തന്നെ 16 ഷട്ടറുകളിൽ 13 ഷട്ടറുകളും ഇന്നലെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിശക്തമായ മഴയിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. പല താഴ്ന്ന ഇടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിലവിൽ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. ഒരു പ്രദേശത്ത് മാത്രം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം കയറുകയും അവിടെ നിന്ന് 24 തൊഴിലാളികളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കോഴിക്കോട്, വയനാട് ജില്ലകളുടെ സ്ഥിതി അങ്ങനെയില്ല. പലയിടങ്ങളിലും ജലനിരപ്പ്, താഴ്ന്ന പ്രദേശങ്ങളിലെ ജലനിരപ്പ് ഉയരുകയും അതിനാൽ തന്നെ പലയിടങ്ങളിലെയും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ വളരെ അധികം നാശനഷ്ടങ്ങൾ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, നാദാപുരം അടക്കമുള്ള മേഖലകളിൽ മഴ ശക്തമാവുകയും അവിടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും തുടർന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുകയും അടക്കം ചെയ്ത പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലെല്ലാം മഴയുടെ അളവ് കൂടുതലായതിനാൽ തന്നെ ആ മേഖലയിലെ പുഴകളിൽ ജലനിരപ്പ് വർദ്ധിക്കുകയും ആ മേഖലയിലെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുനരധിവാസം കൃത്യമാകാത്തതിൽ ആ പ്രദേശത്തെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമടക്കം ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. രാത്രിയിലും നിശ്ചിത ഇടവേളകളിൽ അതിശക്തമായ മഴ ഈ മേഖലകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നിലവിൽ ഇതുവരെയും ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ള ഈ അപകടങ്ങളെ അല്ലാതെ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നിലവിൽ മഴ പെയ്യുന്നില്ല. എന്നാൽ അല്പസമയം മുൻപ് വരെ അതിശക്തമായ മഴ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നിലവിൽ ഈ കണ്ണൂർ ജില്ലയിലെ നിലവിൽ ഈ മഴക്കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യം ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും മണ്ണെടുക്കുകയും ആ ഇടങ്ങളിലെ മണ്ണ് റോഡിലേക്ക് പതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരമൊരു അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ തന്നെ ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ മഴയും കാറ്റും ശക്തമായതിനാൽ തന്നെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രികാലങ്ങളിലെ യാത്രയിൽ ഒരു ശ്രദ്ധ വേണമെന്ന അറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലാശയങ്ങൾ, പുഴകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ കുളിക്കാനും മറ്റ് മീൻ പിടിക്കുന്ന ആവശ്യങ്ങൾക്കായിട്ടുമെല്ലാം പോകുന്ന ആളുകളുണ്ട്. മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ അത്തരം ആളുകൾ രാത്രികാലങ്ങളിലോ അല്ലെങ്കിൽ അതിശക്തമായ മഴയുള്ള സമയങ്ങളിലോ വലിയ ജല ഒഴുക്കുള്ള സമയത്തൊന്നും പുഴയിലേക്കോ അല്ലെങ്കിൽ തോടുകളിലേക്കോ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഈ 3 ജില്ലകളിലും തന്നെ റെഡ് അലേർട്ടാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം, അതിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ഭരണകൂടവും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകൾക്കും അംഗനവാടികൾക്കുൾപ്പെടെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിനാവശ്യമായിട്ടുള്ള അടിയന്തര സൗകര്യങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അതാത് ജില്ലകളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളെ ഇപ്പോൾ അഞ്ജു ജയപ്രകാശ് കൂടി ചേരുകയാണ്. അഞ്ജു, തെക്കൻ കേരളത്തിലെ മഴയുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നറിയിപ്പായി പറയുന്നത്? അധികൃതർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്?
സ്വാതി, ഈ തെക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരങ്ങളിലും ഒപ്പം തന്നെ തീരദേശ മേഖലകളിലെല്ലാം ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് നഗരമേഖലയിലാണ്. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും പുലർച്ചെ തൊട്ടേ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ നിരവധി വ്യാപക നാശനഷ്ടങ്ങളാണ് പലയിടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വീടിന് മുകളിലായി മരങ്ങൾ വീണതും മരങ്ങൾ കടപുഴകി വീഴുന്നതുമായിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട്. ഏകദേശം 100-ലേറെ വീടുകൾക്ക് മുകളിലേക്ക് ഈ മരം വീണ അപകടമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ആളപായമില്ല. ഒപ്പം തന്നെ മലയോര മേഖലകളിലൊക്കെ വൻ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 2.65 ഹെക്ടറിന്റെ കൃഷി ഉൾപ്പെടെ നശിച്ചതായിട്ടുള്ള കണക്കുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നുണ്ട്. കൂടാതെ തന്നെ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതിൽ 11 പേരെ മാറ്റിപ്പാർപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഉള്ളത്. ഒപ്പം തന്നെ 32 വീടുകൾ ഭാഗികമായിട്ടും 2 വീടുകൾ പൂർണ്ണമായും തകർന്നതായിട്ടുള്ള കണക്കുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ പുലർച്ചെ ഉൾപ്പെടെ വലിയ തരത്തിൽ കാറ്റും മഴയും ഒക്കെ ശക്തമായിട്ട് പെയ്യുന്ന സാഹചര്യത്തിൽ നഗര മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ മേഖലകളിലുമൊക്കെയുള്ള ഈ മരത്തിന്റെ ചില്ലകളൊക്കെ അടർന്ന് വീണ് റോഡിൽ കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ചെറിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ റെഡ് അലേർട്ട് ആയ സാഹചര്യത്തിൽ തന്നെ അതീവ ജാഗ്രതയിൽ തന്നെയാണ് നഗരമേഖലകളിലുള്ളത്. തീരദേശ മേഖലകളിലും ഇതേ സ്ഥിതിയാണുള്ളത്. പ്രത്യേകിച്ച് വലിയതുറ മേഖലകളിലൊക്കെ കടലാക്രമണം, വലിയ തരത്തിലുള്ള തിരമാലകൾ, അത് കടലാക്രമണം ഉൾപ്പെടെ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജാഗ്രത നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചതാണ്. അപ്പോൾ അത്തരത്തിലാണ് തെക്കൻ മേഖലകളിലേക്കും മഴ കനത്ത് തന്നെ പെയ്യുകയാണ്. സ്വാതി. ശരി അഞ്ജു, തെക്കൻ മേഖലകളിലും മഴ കനക്കുന്നു എന്നുള്ളതാണ്. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കുറച്ച് ദിവസങ്ങളിലായി പെയ്തു കൊണ്ടിരിക്കുന്നത്. വലിയ നാശനഷ്ടമുണ്ട് ഇപ്പോൾ തെക്കൻ കേരളത്തിലും തിരുവനന്തപുരം അടക്കമുള്ള നഗരപ്രദേശങ്ങളിലും മഴ കനക്കുന്നു. ആ വിവരങ്ങളാണ് ബെൻസൺ ബാബുവും അഞ്ജു ജയപ്രകാശും നൽകിയത്.